Hallelujah. Hallelujah. Praise God. I stand grateful and honored to share from God's word this morning. ഈ പകൽക്കാലം നിങ്ങളുടെ ദൈവത്തിന്റെ വചനം പങ്കിടുന്ന എനിക്ക് സന്തോഷമുണ്ട്. And praise God that we're living in a season of greater grace. Amen. അധികം കൃപയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി. Hallelujah. Hallelujah. Did you start experiencing that grace already? ആ വർദ്ധിക്കുന്ന കൃപ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങി. I certainly have. ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. And I believe some of you hearing your testimonies, there is greater grace that's being released. നിങ്ങളുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം അധികം കൃപ നിങ്ങളിലേക്ക് ദൈവവും ചൊരിയുന്നുണ്ട്. And the key verse for this is James 4 verse 6. ഇതിനുള്ള വചനം എന്ന് പറയുന്നത് യാക്കോബ് 4:5-6. But he gives a greater grace. അത് നമുക്ക് ഇന്ന് വായിക്കാം. Therefore it says God is opposed to the proud but gives grace to the humble. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. We've been having the privilege of sitting under some powerful teaching on this. നമുക്ക് വലിയ ശക്തമായ പഠിപ്പീരിന്റെ കേൾക്കാൻ ദൈവം സാധിച്ചു. But today I want to cover one aspect of this greater grace. എങ്കിലും ഈ അധികം കൃപയുടെ ഒരു ഭാഗം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ And I'm also sensing in my spirit to prophetically make some declarations. എൻ്റെ ആത്മാവിൽ ചില ആത്മീയ പ്രവചനങ്ങളും റിലീസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Amen. Amen. Hallelujah. Shall we pray? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Father, we invite your presence into our midst, Lord. പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. Holy Spirit, you are the best teacher. പരിശുദ്ധാത്മാവേ, അങ്ങാണ് ഏറ്റവും മികച്ച ടീച്ചർ. You come and have your way, Holy Spirit. അങ്ങ് വന്ന് അങ്ങ് വഴി നടത്തണമേ. Lord, I pray that you will engage with our hearts at a deep level, O God. ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായിട്ട് അങ്ങ് പ്രവർത്തിക്കണമേ. Set us free, Lord Jesus. ഞങ്ങളെ മോചിതരാക്കി from any wrong mindsets. ഏതെങ്കിലും തെറ്റായ മനോഭാവങ്ങളിൽ നിന്നും. And we pray that you will teach us from the depth of your word, O God. അങ്ങയുടെ വചനത്തിന്റെ ആഴത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുക. For that we open our hearts, Lord, അതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ to receive all that you're going to release. അന്ന് റിലീസ് ചെയ്യുന്ന സർവ്വം സ്വീകരിക്കുക. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. 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 Hallelujah. We learned that there is a grace that lives within us. നമ്മൾ പഠിച്ചു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു കൃപയുണ്ട്. It is given by God when we were saved. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം കൃപ നമുക്ക് നൽകി. Titus 2 verse 11 says, തിത്തോസ് 2:11 നമുക്ക് കാണാം. For the grace of God has appeared, bringing salvation to all men. നമുക്ക് ഇങ്ങനെ ഒന്ന് വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. Hallelujah. Hallelujah. So this is a resident grace. ഇത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കൃപയാണ്. What grace? എന്ത് കൃപയാണ്? വസിക്കുന്ന കൃപ. Amen. Hallelujah. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വസിക്കുന്ന കൃപ. Hallelujah. What is it? It is a grace that God has already placed inside of us. നമ്മുടെ ഉള്ളിൽ ദൈവം നേരത്തെ വെച്ചിരിക്കുന്ന ഒരു കൃപയാണ്. Through Christ. അത് ക്രിസ്തുവിൽ കൂടിയാണ്. It comes with salvation, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ് new birth, നമ്മുടെ വീണ്ടും ജനനം, and the indwelling of the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴുമാണ് അത്. This is the grace we carry. നമ്മളാണ് ഈ കൃപ നമ്മൾ വഹിച്ചു. Our identity, calling and capacity in Christ. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ വിളി, ക്രിസ്തുവിലുള്ള നമ്മുടെ കഴിവെല്ലാം ഇതിൽ നിന്നാണ്. Then we learn that there is a grace that we tap into. അതല്ലാതെ നമ്മൾ ചുരിഞ്ഞെടുക്കേണ്ട ഒരു കൃപയുണ്ട്. എല്ലാവരും കര ഒന്ന് ഉയർത്തി ഇങ്ങനെ ഒന്ന് കാണിക്കാവോ? We tap into this grace. ഈ കൃപയിൽ നമ്മളാണ് പോയി ടാപ്പ് ചെയ്യേണ്ടത്. This is a relational grace. ഇത് വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ This is ലഭിക്കുന്ന a grace that is accessed. അത് നമ്മൾ പോയി ആ സാന്നിധ്യത്തിൽ നിന്ന് അത് ലഭിക്കണം. That's how we read in James 4 verse 6. അതാണ് യാക്കോബ് 4:6 നമ്മൾ വായിച്ചത്. But he gives a greater grace. അധികം കൃപ അവൻ തരുന്നു. Which means there is something beyond what is already there. അതായത് നേരത്തെ ഉള്ളതിനും അപ്പുറം ഒന്നും ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. Or in Hebrews 4 verse 16. എബ്രായർ 4:16 we read like this. നമ്മൾ അതിങ്ങനെ വായിക്കുന്നു. Therefore let us draw near with confidence to the throne of grace so that we may receive mercy and find grace to help in time of need. നമുക്ക് ഇങ്ങനെ മലയാളത്തിൽ വായിക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. In these scriptures we see there is an access to a grace beyond the grace that is within us. ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഉള്ളിലുള്ള കൃപയല്ലാതെ അതിനും അപ്പുറത്ത് അധികമായ ഒരു കൃപ നമുക്ക് ലഭിക്കാൻ സാധിക്കുമെന്ന്. Amen. Amen. Are you with me so far?
നിങ്ങൾ ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടോ? So there is a resident grace. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു There കൃപയുണ്ട്. is a relational grace that we access. എന്നാൽ വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൃപയുണ്ട്, അത് നമ്മൾ പോയി എടുക്കണം. So here is the $1 million question. അപ്പോൾ ഇതാണ് $1 million ചോദ്യം. How do we access? അത് നമ്മൾ എങ്ങനെ പ്രാപിക്കാൻ സാധിക്കും? That is what I want to talk about today. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ The ആഗ്രഹിക്കുന്നത്. scripture is very clear. ദൈവവചനം വളരെ വ്യക്തമായിട്ട് Where പറയുന്നു, the scripture is encouraging us to draw near. നമ്മൾ അരികെ വരണമെന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്നു. Draw near. അരികെ വരണം. Arige varanam. Amen. It is by relationship. അത് വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. Again, going back to Hebrews 4 verse 16. വീണ്ടും നമ്മൾ എബ്രായർ 4:16 ഒന്ന് പോകാം. Therefore, let us draw near. ആദ്യം പറയുന്നതാണ്, അതുകൊണ്ട് നമ്മൾ അരികെ വരാം. എല്ലാവരും പറഞ്ഞു അരികെ പോകണം. അരികെ പോകണം. Let us draw near അരികെ പോകണം. with confidence to the throne of grace, അതും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ മുമ്പ്, so that we may receive mercy and find grace to help in time of need. അവിടെ നമുക്ക് കരുണയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൃപയും ലഭിക്കും. So, which means this grace that we can access is a grace we get when we draw near. അതിന്റെ അർത്ഥം ആ കൃപ നമുക്ക് ലഭിക്കുന്നത് അരികെ വരുമ്പോഴാണ്. And I had this thought എനിക്ക് ഈ ചിന്തയുണ്ടായി, that in very close relationships, വളരെ അടുത്തുള്ള വ്യക്തിബന്ധത്തിൽ when you spend a lot of time together with that person, നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് അധികം സമയം ചെലവഴിക്കുമ്പോൾ their strength rubs on you. അവരുടെ ശക്തി നമ്മുടെ മേലും വരും. It is true in marital relationships, കല്യാണ ജീവിതത്തിൽ ഇത് സത്യമാണ്. close friendships, അടുത്തുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ, with your mentor-mentee relationships, നമ്മുടെ മെന്ററുകളുടെ കൂടെ, siblings sometimes, നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ കൂടെ. strength and weakness. അവിടെ ബലം മാത്രമല്ല, ചിലപ്പോൾ ബലഹീനതയും കിട്ടും. But I want to talk about strengths today. പക്ഷെ ഞാൻ ശക്തിയെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. Hallelujah. ആമേൻ. We tend to gain strength from the other person. മറ്റ് ആളിൽ നിന്നും നമുക്ക് ഒരു ബലം കിട്ടും. That made me realize that intimacy or closeness is a key to gain more strength. അപ്പോൾ നമ്മളിത് തിരിച്ചറിയുമ്പോൾ, അതായത് അടുത്ത് നമ്മൾ വരുമ്പോഴാണ് അധികം ശക്തി ലഭിക്കുന്നതെന്ന്. So today I want to tell the church that a key to greater grace is greater proximity. ഞാൻ സഭയോടൊന്ന് പറയട്ടെ, അധികം കൃപ ലഭിക്കണമെങ്കിൽ അധികമായി അരികിൽ വരണം. Greater closeness. അധികമായിട്ട് അരികിൽ വരണം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hebrews 4:16 again. Therefore let us draw near. അതാണ് ഇബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, അരികെ വരാമെന്ന്. Church, I want to encourage you to draw near. അതുകൊണ്ട് സഭയെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ദൈവത്തിലേക്ക് അടുക്കുക. James 4 verse 8. യാക്കോബ് 4:8 പറയുന്നു. In that whole portion of greater grace, അതിൽ ഈ അധികം കൃപയെക്കുറിച്ച് പറയുമ്പോൾ we read this: draw near to God and he will draw near to you. അത് പറയുന്നത് നമ്മൾ ദൈവത്തിലേക്ക് അരികെ വരുമ്പോൾ ദൈവവും നമ്മളിലേക്ക് അടുക്കും. Hallelujah. ആമേൻ. Draw near to God and he will draw near to you. നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ദൈവം നമ്മുടെ അരികെ വരുന്നു. Hallelujah. ആമേൻ. Yesterday as I was praying, എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ I had this vision ഞാനൊരു ദർശനം കാണുന്നുണ്ട്. and I've written it down, so I'll read it from that. ഞാൻ അത് എഴുതിയിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം. I saw this vision of going to a shop ഒരു കടയിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. to take a printout. ഒരു പ്രിന്റ് ഔട്ട് എടുക്കാനായിരുന്നു ഞാൻ പോയത്. And the shopkeeper is like, why don't you have some tea and go? അപ്പം കടക്കാരൻ പറയുന്നത്, കുറച്ച് ചായ കുടിച്ചിട്ട് പോകാമെന്ന്. Inviting me to chat for a while. എന്നെ കുറച്ചു നേരം ക്ഷണിക്കുകയാണ്, നമുക്കൊന്ന് സംസാരിച്ചിരിക്കാം. And this shop, like in some places we see, it was attached to his house. ചിലടത്ത് നമ്മൾ കാണുന്ന പോലെ വീടിന്റെ അടുത്തുള്ള കടയായിരുന്നു, വീടിനോട് ചേർന്നിരിക്കുന്ന കട. So I went to take a printout, ഞാനൊരു പ്രിന്റ് ഔട്ട് എടുക്കാനാ പോയേ. but the shopkeeper is like, chai kudichittu po. എന്നാൽ കടക്കാരൻ ചായ കൊടുക്കാൻ എന്നെ ക്ഷണിക്കുകയാണ്. And I was quite baffled. Why is this man asking me to have tea when I came for a printout? ഞാനാണെങ്കിൽ സംശയമായിരുന്നു, എന്തുകൊണ്ടാ ചായക്ക് ക്ഷണിക്കുന്ന ഒരു പ്രിന്റ് ഔട്ട് എടുക്കാൻ വരുമ്പോൾ. I went for a product, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോയത്. but he wanted to spend time with the person. എന്നാൽ അദ്ദേഹത്തിന് എൻ്റെ കൂടെ സമയം ചെലവഴിക്കണമായിരുന്നു. From this, I want to share what intimacy is not. ഇതിൽ നിന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിബന്ധം എന്തല്ല എന്നാണ്. Intimacy is not drawing close to God to get something from Him. ദൈവത്തിൽ നിന്ന് ഒരു കാര്യം ലഭിക്കാനായിട്ട് അരികെ വരുന്നതല്ല It വ്യക്തിബന്ധം. is not to get a product from God. ദൈവത്തിൽ നിന്ന് ഒരു കാര്യം കിട്ടാനായിട്ടല്ല. Comfort, peace, അത് നമുക്ക് സമാധാനമായിരിക്കാം, നമുക്കൊരു ആശ്വാസമായിരിക്കാം, joy, blessings.
ആനന്ദമായിരിക്കാം, അനുഗ്രഹമായിരിക്കാം, answered prayers, ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കാം, sometimes even content for a sermon. ചിലപ്പോൾ ഒരു പ്രസംഗത്തിലുള്ള കണ്ടന്റും ആയിരിക്കും. All the ministers of God understand what I'm talking about. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർക്കൊക്കെ അറിയാം ഞാൻ എന്തോ ഈ We പറയുന്നത്. go to him just to get some content. ഒരു കണ്ടന്റ് കിട്ടാനായിട്ട്, ഒരു പ്രസംഗത്തിന് കണ്ടന്റ് കിട്ടാനായിട്ട് നമ്മൾ അടുക്കി I വരുന്നത്. want to remind the church, he wants us. എങ്കിലും ഞാൻ സഭ ഓർമ്മിക്കട്ടെ, ദൈവത്തിന് നമ്മളെയാണ് ആവശ്യം. Let's go to James 4. നമ്മൾ യാക്കോബിന്റെ 4-ലേക്ക് I was പോകാം. not planning to share the scripture. ഞാനിത് പങ്കുവെക്കാൻ പ്ലാൻ ചെയ്തതല്ല, The Holy Spirit is reminding me to take this. എങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ അത് ഓർമ്മിപ്പിക്കുകയാണ്. James 4. യാക്കോബിന്റെ 4. Hallelujah. Shekere baba 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 sokorondoro baba baba shekere. Verse 5. 5-ാമത്തെ വാക്യം. Or do you think that the scripture speaks to no purpose? He jealously desires that spirit which he has made to dwell in us. അത് നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? He jealously desires the spirit in all of us. അസൂയയോടെ ദൈവം നമുക്കുള്ളിരിക്കുന്ന ആത്മാവിനെ ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Do you know that our God is a jealous God? നമ്മുടെ ദൈവം അസൂയയുടെ ദൈവം. The only thing he is jealous for us is our spirit, ആ അസൂയ നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ്, our worship, നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി, our attention, നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. just so that we'll go have some tea with him. നമ്മൾ ഒന്ന് അരികെ വന്ന് കുറച്ച് ചായക്കായി. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Draw near to God and he will draw near to you. ദൈവത്തിലേക്ക് അടുക്കുക, ദൈവം നമ്മുടെ അരികെ വരും. Scripture gives us a powerful picture of this kind of closeness in the life of Ruth. റൂത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു അടുപ്പം കാണാൻ സാധിക്കും ദൈവവചനത്തിൽ. So next we are going to shift gears into the Old Testament. നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് പഴയ നിയമത്തിലേക്ക് ഒന്ന് പോവാം. So Naomi and her family നവോമിയും കുടുംബവും moved to the land of Moab because of famine. മോവാബ് ദേശത്തിലെ ഒരു ക്ഷാമകാലത്തേക്ക് അവർ നീങ്ങി. Her two sons married Moabite women, namely Orpah and Ruth. നവോമിയുടെ 2 മക്കള് മോവാബിലുള്ള സ്ത്രീകളെയാണ് കല്യാണം കഴിച്ചത്, ഓർഫയും റൂത്തും. But tragedy struck എങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. when Naomi's husband and both her sons died, നവോമിയുടെ ഭർത്താവും 2 മക്കളും മരിച്ചു. leaving all of them as widows. അപ്പം ഈ സ്ത്രീകൾ 3 പേരും വിധവകളുമായി മാറി. So when Naomi decided to return to Bethlehem, അപ്പൊ നവോമി തന്റെ സ്ഥലമായ ബethlehem-ലേക്ക് മടങ്ങാമെന്ന് ചിന്തിച്ചപ്പോൾ she urged her daughters-in-law to return to her family. മരുമക്കളോട് പറയാണ്, നിങ്ങളും തിരിച്ച് നിങ്ങളുടെ കുടുംബത്തിലേക്ക് She encouraged them to go back and rebuild their lives. തിരിച്ചു പോയി നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തുമെന്ന് പറയുകയാണ്. After much negotiation, എങ്കിലും അധികം ഒരു നെഗോസിയേഷന്റെ ശേഷം Orpah chose to return, ഓർഫ അങ്ങ് തീരുമാനിച്ചു എന്നാൽ മടങ്ങി പോകാമെന്ന്. but Ruth chose to cling to Naomi. എന്നാ റൂത്തോ നയോമിയോട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ Ruth തീരുമാനിച്ചു. chapter 1 verse 14 says like this. റൂത്തിന്റെ 14. And they lifted up their voices and wept again, and Orpah kissed her mother-in-law, but Ruth clung to her. റൂത്ത് 1:14 നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. Hallelujah. എല്ലാവരും പറഞ്ഞാട്ടെ, പറ്റി നിന്നു. പറ്റി നിന്നു. പറ്റി നിന്നു. പറ്റി നിന്നു. പറ്റിച്ചു എന്നല്ല, പറ്റി നിന്നു. Amen. Hallelujah. Hallelujah. Ruth clung to her. റൂത്തോ പറ്റി നിന്നു. The Hebrew word there used is the word dabak. അവിടെ ഉപയോഗിക്കുന്ന ഇബ്രായ പദം എന്ന് പറയുന്നത് ദബാക്ക് എന്നാണ്. It means to stick or to join. അതിന്റെ അർത്ഥം ഒന്നാകുക, യോജിച്ച് നിൽക്കുക. There's another term that they have written in the Strong's dictionary where the word is to impinge. സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ മറ്റൊരു പദവും ഉപയോഗിക്കുന്നുണ്ട്, അതായത് അരികി ഉരുക്കി ഒന്നാക്കുന്ന പോലെ. നിങ്ങൾ കേട്ട് ഞെട്ടണ്ട. It's a term in physics. അത് ഫിസിക്സിലെ ഒരു വാക്കാണ്. It is where two things hit together and there's a collision, there's an impact. 2 കാര്യങ്ങൾ ഒന്നിച്ചു വന്ന് ഇടിച്ചു ചേർന്ന് അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാകും. So you realize a word cling or clung is not so simple anymore when you look deeper. അതുകൊണ്ട് പറ്റിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി അതിന് വളരെ ആഴമായ അർത്ഥങ്ങളുണ്ട്. It's a much deeper word. അത് ആഴത്തിൽ അർത്ഥമുള്ള ഒരു വാക്കാണ്. So what did Ruth say? എന്താണ് അപ്പോൾ റൂത്ത് പറഞ്ഞത്? In chapter 1 verse 16 to 18. അതിന് 1:16-18 വരെ. But Ruth said, "Do not urge me to leave you or turn back from following you, for where you go I will go, where you lodge I will lodge.
Your people shall be my people, and your God, my God. Where you die, I will die, and there I will be buried. Thus may the Lord do to me, and worse, if anything but death parts you and me. When she saw that she was determined to go with her, she said no more to her. അത് നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. Hallelujah. She was determined to go, the word says. അവൾ ഉറപ്പിച്ച് തീരുമാനിച്ചെന്നാ പറയുന്നത് കൂടെ പോകും. Hallelujah. Hallelujah. The Hebrew word for determined here means to be strong and courageous. അവൾ ഉപയോഗിക്കുന്ന എബ്രായ പദത്തിന്റെ അർത്ഥം വളരെ ധൈര്യത്തോടെ ഇരിക്കുക. That's the same word used in Joshua 1. അത് യോശുവയിൽ 1 ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ്. Where it is a commandment from the Lord to Joshua, be strong and courageous. അതിൽ ദൈവം കൽപ്പിക്കുകയാണ് ശക്തമായിട്ടിരിക്കുക, ധൈര്യത്തോടെ ഇരിക്കുക. But here Ruth is being strong and courageous. എന്നാൽ ഇവിടെ റൂത്ത് അത് ആകുകയാണ്. Nobody commanded her. ആരും കൽപ്പിച്ചില്ല. She decided to be strong and courageous to go with her. റൂത്ത് അങ്ങനെ ആകാൻ തീരുമാനിച്ചു, കൂടെ പോകാനായി. She decided to draw close. അരികെ വരാൻ തീരുമാനിച്ചു. She decided to be in greater proximity, അധികം അടുപ്പത്തിൽ നിൽക്കാൻ തീരുമാനിച്ചു. which ended up releasing greater grace in her life. അത് കാരണം അധികം കൃപയും വർദ്ധിച്ചു റൂത്തിന്റെ ജീവിതത്തിൽ. Church, I want to tell you that this season is the Lord is not calling us to be spectators. സഭയോട് ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ വിളിക്കുന്നത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ, He's calling us to cling. ഒട്ടിപ്പിടിക്കാൻ, പറ്റിപ്പിടിക്കാൻ. He's calling us to cling. പറ്റിപ്പിടിക്കാനാണ് നമ്മളെ This വിളിച്ചിരിക്കുന്നത്. greater grace gets unlocked when we are in greater closeness. ഈ അധികം കൃപ തുറന്നു വിടുന്നത് നമ്മൾ അധികമായിട്ട് കൂടെ So ആയിരിക്കും. I want to encourage the church not to miss out. അതുകൊണ്ട് ഇത് ദയവായി നിങ്ങൾ കൈവിട്ടു പോകരുത്. Let us draw close. നമുക്ക് അരികെ വരാം. Let us draw close. നമുക്ക് അരികെ വരാം. Hallelujah. ഹല്ലേലൂയ. The Lord is calling us ദൈവം നമ്മളെ വിളിക്കുകയാണ്. to be in greater proximity. അധികം അടുപ്പത്തിലാണ്. He's calling us to cling and not keep a distance. പറ്റിപ്പിടിക്കാൻ, ദൂരെ പോകാനല്ല. Hallelujah. ഹല്ലേലൂയ. Can we just take a moment to pray? നമുക്ക് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കാം. Hallelujah. Karabasoko shekere baba baba. Jesus, we want to draw close to you. യേശുവേ, അങ്ങിലേക്ക് കൂടുതൽ അരികെ വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to draw close to you. Sekara baba. അങ്ങയുടെ അരികെ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Even as you're seated in this crowd, നിങ്ങൾ ഇവിടെ ഇരുന്നിരിക്കുമ്പോൾ തന്നെ decide to draw close. നമ്മുടെ ഹൃദയത്തിൽ അരികെ വരാൻ തീരുമാനിക്കുക. Not just as a congregation, ചുമ്മാതെ ഒരു സഭയായിട്ടിരിക്കാനല്ല, but to go close on a personal level. എങ്കിലും വ്യക്തിപരമായ ദൈവത്തിന്റെ അരികിലേക്കൊന്ന് പോകും. Let us build strength within us. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ബലം Let വ്യാപരിപ്പിക്കാം. us take a determination. നമുക്കൊരു തീരുമാനമെടുക്കാം. Let us take a decision നമുക്കൊരു തീരുമാനമെടുക്കാം. to draw close. ദൈവത്തിന്റെ അരികിൽ വരാം. Just like Ruth decided. റൂത്ത് തീരുമാനിച്ച പോലെ. The word says she was determined to go. എന്നിട്ട് അതിൽ ഉറച്ചിരുന്നു പോകാൻ എന്നാ പറയുന്നത്. ആ തീരുമാനം Lord, we come close to you this morning. കർത്താവേ, അങ്ങയുടെ അരികിലേക്ക് ഞങ്ങൾ ഈ പകൽ നേരം വരുന്നു. Yes, Lord, we want to step into a deeper relationship with you, Jesus. ആഴമായിട്ടുള്ളൊരു വ്യക്തിബന്ധത്തിലേക്ക് ഞങ്ങൾ കയറി വരുവാൻ ആഗ്രഹിക്കുന്നു. I just sense in my spirit to break every hindrances that is prohibiting us from going close. എൻ്റെ ആത്മാവിൽ ഞാൻ സെൻസ് ചെയ്യുന്നു, അരികെ വരാൻ തക്ക നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെ ഒന്ന് ഓടിക്കാൻ. Every distraction, Lord, we break its power in Jesus' name. എല്ലാ ഡിസ്ട്രാക്ഷനെയും യേശുവിന്റെ നാമം ഞങ്ങൾ പൊട്ടിച്ചു മുറിക്കും. Every fear, we break its power in Jesus' name. എല്ലാ ഭയത്തിന്റെ ശക്തിയെ ഞങ്ങൾ മുറിക്കുന്നു. For some of you, I sense there is religious trauma. നിങ്ങൾ ചിലവർക്ക് മതകരമായ ഒരു വിഷമം, ഒരു ആഴത്തിൽ പതിഞ്ഞ ഒരു ദുഃഖമുണ്ടെന്ന് ഞാൻ. Some of the leaders who have let you down in church. സഭയിൽ ചില നേതാക്കന്മാർ നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. And it is preventing you from going deeper.
അത് അധികം ദൈവത്തിലേക്ക് അരികിൽ വരുവാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു. I want to tell you that the only perfect one is Jesus. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്. Forgive and pursue Jesus. അതുകൊണ്ട് അവരോട് ക്ഷമിച്ച് ക്രിസ്തുവിനെ പിന്തുടരുക. Pursue Jesus. ക്രിസ്തുവിനെ പിന്തുടരുക. Lay aside every church hurt, എല്ലാ സഭയുമായിട്ടുള്ള മുറിവുകളും മാറ്റി every വെക്കുക. trauma caused by religion. മതപരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ട്രോമയും മാറ്റി വെക്കുക. And this season, let us decide as a church to go deeper. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആഴമായിട്ട് ഇറങ്ങാൻ സഭയായി തീരുമാനം. Let us go deeper. ആഴത്തിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. Oh, Sandara Baba Baba Sakedere. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. Thank you, Jesus. It's a very hard thing to really live out. ഇത് ജീവിച്ചു തീർക്കാൻ കുറച്ച് കഷ്ടമുള്ള Easier കാര്യമാണ്. to sing, പാടാൻ എളുപ്പമാണ്, harder to live. പക്ഷെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. Because when there are so many other things that are so precious in front of us, നമ്മുടെ മുന്നിൽ അമൂല്യമായ മറ്റ് പല കാര്യങ്ങളുള്ളപ്പോൾ to tell God, ദൈവത്തോട് പറയാൻ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഓ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും 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 ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേൾപ്പതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. Lord, this morning we pray that desire will increase. കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങളുടെ ആഗ്രഹം വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Let desire increase, Lord. ഞങ്ങളുടെ ആഗ്രഹം വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Not just to desire products from you, അങ്ങിൽ നിന്ന് കാര്യങ്ങൾ ലഭിക്കുന്നത് ആഗ്രഹിക്കാനല്ല, but to come after the person. എങ്കിലും അങ്ങേ പിന്തുടരുക, To come after the person. അങ്ങേ പിന്തുടരുക. I want to tell you, when you go after the person, നിങ്ങൾ ദൈവത്തെ പിന്തുടരുമ്പോൾ the products will become an automatic byproduct. നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഒരു ഓട്ടോമാറ്റിക് ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ്. But it can never be the goal. പക്ഷെ അത് ലക്ഷ്യമാക്കരുത്. Amen. Amen. If that is the goal, you will always end up being disappointed. അതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, എപ്പോഴും നിങ്ങൾക്ക് കൈപ്പും Because when you don't get, you will be disappointed. നമുക്ക് കിട്ടത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് സങ്കടമാണ്. But if you are like, hey, I can just have tea with him, പക്ഷെ നിങ്ങളുടെ ആഗ്രഹം ദൈവത്തിൻ്റെ കുറച്ച് ചായക്ക് കുറച്ച് സമയം ചെലവഴിക്കാനാണ്, and if that gives you pleasure, അത് നിങ്ങൾക്ക് ആനന്ദം തരുമെങ്കിൽ, then even if you don't get anything, you're okay. നിങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ ഓക്കെ. Then you'll be like Shadrach, Meshach and Abednego. അപ്പൊ നിങ്ങൾ ശദ്രക് മെശേക്ക് അബേദ്നെഗോവിനെ പോലെ, I know he can rescue me, ദൈവത്തിനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം, but even if he doesn't, എന്നാൽ ഇല്ലെങ്കിൽ I won't bow down to you. ഞാൻ ഈ ഭീമത്തിന് മേൽ മുട്ടുകുനിക്കില്ല. I think the Lord is shifting the body of Christ from transactional relationships to covenant relationships. എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന്റെ ശരീരത്തെ, സഭയെ ദൈവം കാര്യങ്ങൾ
നീട്ടി സ്വീകരിക്കുന്ന ഒരു ബന്ധത്തിൽ നിന്നും ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് മാറ്റുക. The Lord is calling us for greater proximity. അധികമായിട്ട് അടുക്കാനായിട്ട് ദൈവം നമ്മളെ വിളിക്കും. So what happens when someone chooses proximity? അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അരികിൽ വരുന്ന ആരെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് സാധിക്കും? In Ruth's life, we see a lot of outcomes that came because she chose to be close to Naomi. റൂത്ത് നവമിയോട് കൂടെ പറ്റിപ്പിടിക്കാൻ തിരഞ്ഞെടുത്തപ്പോൾ പലത് സംഭവിച്ചായിട്ട് നമുക്ക് കാണാം. So if this was a teaching sermon, I could probably sit and give you 15 or 20 outcomes. ഇതൊരു പഠിപ്പിക്കുന്ന സർമണായിരുന്നെങ്കിൽ ഞാനൊരു 15 20 ഔട്ട്കം അങ്ങ് പറഞ്ഞേന്. But today I sense in my spirit to prophetically declare some outcomes. എങ്കിലും ഇന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ സെൻസ് ചെയ്യുന്നത് പ്രവചിതകരമായ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കാനാണ്. So I have decided to partner with the Holy Spirit to handpick certain outcomes. അതുകൊണ്ട് ഇതിൽ ചില ഔട്ട്കം പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ചേർന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. And I want to declare this prophetically. ഇത് ഞാൻ ഒരു പ്രവചനം പോലെ നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കും. Are you ready for that, church? നിങ്ങൾ അതിന് തയ്യാറാണോ? Amen. ആമേൻ. Hallelujah. Firstly, Ruth showed boldness to pursue Naomi. നയോമിയെ പിന്തുടരുവാൻ റൂത്ത് ധൈര്യം കാണിച്ചു. And not just there, even to go to Boaz's field. ബോവാസിന്റെ തോട്ടത്തിൽ പോവാൻ വരെ. Ruth chapter 2 verse 2. റൂത്ത് 2:2 നമുക്ക് കാണാം. We read, and Ruth the Moabitess said to Naomi, please let me go to the field and glean among the ears of grain after one in whose sight I might find favor. And she said to her, go my daughter. അത് നമുക്ക് മലയാളത്തിലൊന്ന് വായിക്കാം. എന്നാൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് നവമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവളോട് പറഞ്ഞു. It was Ruth who initiated. ആ തുടങ്ങി വെച്ചത് റൂത്താണ്. Nobody invited her. ആരും റൂത്തിനെ ക്ഷണിച്ചില്ല. Please let me go. എന്നെ വിടുക ദയവായി എന്നാ പറയുന്ന റൂത്ത്. Please let me go. ദയവായി എന്നെ വിടുക എന്നാ പറയാം. I want to declare this outcome. When you decide to be in greater proximity, നിങ്ങൾ അധികമായിട്ട് അരികിൽ വരാൻ തീരുമാനിക്കുമ്പോൾ the Lord will release greater boldness. ദൈവം അധികം ധൈര്യം നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യും. He's going to release greater boldness. അധികം ധൈര്യം റിലീസ് ചെയ്യും. I want to tell you, your source of boldness is in no motivational talk. നിങ്ങളുടെ ധൈര്യത്തിന്റെ സ്രോതസ് ഒരു മോട്ടിവേഷണൽ ടോക്ക് Your അല്ല. source of motivation is not just from a sermon. അതൊരു സർമൺ, ഒരു പ്രസംഗം പോലും അല്ല. Your source of motivation is in greater proximity to the one who created you. നിങ്ങളുടെ ധൈര്യത്തിന്റെ സ്രോതസ് നിങ്ങളുടെ സൃഷ്ടാവുമായിട്ടുള്ള നിങ്ങളുടെ അടുപ്പമാണ്. So everything that is standing against you, അതുകൊണ്ട് നിങ്ങളുടെ എതിരെ നിൽക്കുന്നതെല്ലാം, every challenge that comes your way, അത് എന്തുവിധ ചാലഞ്ച് I ആണെങ്കിലും want to tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, draw near. ദൈവത്തിലേക്ക് അടുക്കുക. And he will draw near to you. ദൈവം നിങ്ങളിലേക്ക് And he will release greater boldness. എന്നിട്ട് അധികം ധൈര്യം നിങ്ങളിലേക്ക് ദൈവം റിലീസ് ചെയ്യും. Then we go on to see how she showed boldness to approach Boaz. എങ്ങനെയാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റും ബോവാസിന്റെ അരികെ വരാൻ എങ്ങനെയാണ് റൂത്ത് ധൈര്യം കാണിച്ചത്. So that he can redeem her. അത് കാരണം ബോവാസിന് അവൾ വിടുവിക്കാൻ പറ്റി. Ruth ഒരു സംഭവമാണ്. എൻ്റെ ചേച്ചിയുടെ പേരായോണ്ട് പറയല്ല, ഭയങ്കര ഒരു സംഭവം. Really. Not even part of the Israelite community. ഇസ്രായേൽ ജനത്തിന്റെ ഒരു ഭാഗമല്ലായിരുന്നു റൂത്ത്. The boldness. എങ്കിലും ആ ധൈര്യം കണ്ടില്ല. Hallelujah. You know all the Old Testament laws that prevented Gentiles or, kept aside the Gentiles, and even women also in that day and age. നമുക്കറിയാം പഴയ നിയമത്തിൽ ജാതികളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും എങ്ങനെയാണ് തള്ളി മാറ്റി നിർത്തിയെന്ന്. But see her boldness. എങ്കിലും റൂത്തിന്റെ ധൈര്യം ശ്രദ്ധിച്ചു. And I want to declare that the church will walk in greater boldness. എന്നിട്ട് ഞാൻ ഒന്ന് പ്രഖ്യാപിക്കട്ടെ, സഭ അധികം ധൈര്യത്തിൽ, You will walk in greater boldness. അധികം ധൈര്യത്തിൽ സഭ നടക്കും. നിങ്ങൾ നടക്കും. When you draw near. നിങ്ങൾ അരികെ വരും. To know that He has not given you a spirit of fear, നിങ്ങൾക്കൊരു ഭയത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം but of തന്നിരിക്കുന്നത്. power, ശക്തിയുടെ, love, സ്നേഹത്തിന്റെ, and a sound mind. തെളിഞ്ഞ മനസ്സ്. Hallelujah. Amen. Hallelujah. And I sense that the Lord will enable you to go into uncharted territories. ആരും കാണാത്ത, ആരും കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം നയിക്കും. Ruth went into uncharted terrain. ഇതുവരെ ആരും പോകാത്തൊരു സ്ഥലത്തേക്കാണ് റൂത്ത് പ്രവേശിച്ചത്.
I believe that the Lord will enable each one of you, this church, families, to go into areas and zones where no man has gone. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭയും കുടുംബങ്ങളെയും ഇതുവരെ മനുഷ്യൻ പോവാത്തടങ്ങളിലേക്ക് ദൈവം എടുത്തുകൊണ്ട് Lord, release greater boldness this morning. ദൈവമേ അധികം ധൈര്യം ഈ പകൽക്കാലം റിലീസ് ചെയ്യണം. Even as we decide to draw near to you. ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ തന്നെ. Hallelujah. Hallelujah. How many of you want to say an amen to that? എത്ര പേർക്ക് അതിനൊരു ആമേൻ പറയാൻ ആഗ്രഹമുണ്ട്? Hallelujah. The second outcome. രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് So we read that Ruth went to glean. റൂത്ത് വാരി എടുക്കാൻ പോയെന്ന് നമ്മൾ കാണുന്നു. Glean means to gather. അതിന്റെ അർത്ഥം കാര്യങ്ങൾ വാരി ശേഖരിക്കാൻ. So when Ruth went to gather, റൂത്ത് ആ ധാന്യങ്ങൾ വാരി ശേഖരിക്കാൻ പോയപ്പോൾ as a widow or a foreigner, all that she could do was take the leftover. ഒരു വിധവ അല്ലെങ്കിൽ ഒരു മറുനാട്ടുകാരി എന്നുള്ള രീതിയിൽ ബാക്കി വന്നത് മിച്ചം വന്നത് എടുക്കാൻ പറ്റും. That was the Jewish culture of the time. അതാണ് അന്നത്തെ കാലത്തെ അവരുടെ കൾച്ചർ. But actually we read in Ruth 2 verse 15. എങ്കിലും റൂത്തിന്റെ 2:15 വാക്യത്തിൽ നമ്മൾ കാണുന്നു. When she rose to glean, അത് നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. Boaz commanded his servant saying, "Let her glean even among the sheaves and do not insult her." നമുക്കത് മലയാളത്തിൽ ഒന്ന് വായിക്കാം. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. Hallelujah. Amen. What does sheaves mean? എന്തുവാണ് കറ്റകൾ എന്ന് വെച്ചാൽ? Sheaves mean bundles. അതിന്റെ അർത്ഥം കെട്ടിവെച്ചിരിക്കുന്ന ധാന്യങ്ങൾ. Sheaves are these bundles that the laborers have already picked and kept. ജോലിക്കാര് പെറുക്കി കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന കൂട്ടമാണ്. And Boaz is saying, "Let her gather from that." അതിൽ നിന്ന് ബോസ് പറഞ്ഞ അതിൽ നിന്ന് റൂത്ത് പറക്കട്ടെ എന്നാണ്. She was allotted the leftover. സത്യമായിട്ടും അവൾക്കുള്ള പങ്കെന്ന് പറയുന്നത് ബാക്കി മിച്ചം വന്നതാണ്. But she was allowed to step into the bundles. എങ്കിലും വാരി വെച്ചിരിക്കുന്ന നല്ല പങ്കിലേക്ക് പോകാനുള്ള പ്രവേശനം കിട്ടും. I want to declare, as you draw near, നിങ്ങൾ അരികെ വരുമ്പോൾ there is going to be a second outcome. ഒരു മറ്റൊരു ഫലം എന്ന് പറയുന്നത് There is going to be a greater gathering നിങ്ങൾക്ക് അധികം ലഭിച്ച് എടുക്കാനുള്ള beyond what you have seen. നിങ്ങൾ കണ്ടതിലും അധികം. Hallelujah. Hallelujah. On top of that, in Ruth 2 verse 16, അതിന് അപ്പുറം റൂത്ത് 2:16 Boaz says, ഇങ്ങനെ പറയുന്നു, "Also you shall purposely pull out for her some grain from the bundles and leave it that she may glean, and do not rebuke her." നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. She was not just allowed to take from the bundle, ആ കറ്റകളിൽ നിന്ന് പോയി എടുക്കാൻ മാത്രമല്ല അനുവദിച്ചത്, but the laborers were assigned to take from the bundle and put it out for her. എടുക്കാൻ സൗകര്യമാകുന്ന രീതിയിൽ അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കൂടി ദൈവം അനുവദിച്ചു. Church, are you understanding what I'm trying to say this morning? ഞാൻ എന്തുവാ ഈ പകൽക്കാലം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ. Ruth goes to glean. റൂത്ത് പെറുക്കാൻ പോയി, One grain at a time. ഒരു ധാന്യം ഒരു നേരം. But Boaz notices her closeness, എങ്കിലും ബോവാസ് എന്തുമാത്രം അരികെയാണ് വരുന്നതെന്ന് കണ്ടിട്ട്, her consistency, എത്ര തുടർച്ചയായിട്ടുമുള്ള ആ സ്നേഹം കണ്ടു, her humility. ആ താഴ്മ കണ്ടിട്ട് Soon she's not just gathering scrap, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പെറുക്കയല്ല, she's gathering bundles. എങ്കിലോ കെട്ടുകളായിട്ട് വാരിക്കോരി എടുക്കുക. What starts as survival എങ്ങനെങ്കിലും ജീവിച്ചു പോകാമെന്ന് തുടങ്ങുന്ന ഒരു കാര്യം becomes abundance when grace is involved. അത് ധാരാളവും അധികമായി മാറും കൃപ അതിലുള്ളപ്പോൾ. As I always believe, we are not called to survive, church. We are called to thrive. ഞാൻ വിശ്വസിക്കുന്ന പോലെ സഭയെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനല്ല, സമൃദ്ധിയായിട്ട് ജീവിക്കും. എങ്ങനെങ്കിലും വലിച്ചു തോന്നി ജീവിക്കാനല്ല സഭയെ ദൈവം വിളിച്ചിരിക്കുന്നേ. അതിനു വേണ്ടിയല്ല യേശുവിന്റെ രക്തം ചൊരിഞ്ഞേ. Come on. Hallelujah. He has called us to thrive. സമൃദ്ധിയായി ജീവിക്കാൻ. Abundance. അധികം. Abundance. അധികം. Greater gathering. അധികമായിട്ട് വാരി പ്രാപിച്ചു. And just like Ruth, we are not after the product. റൂത്തിനെ പോലെ തന്നെ നമ്മളൊരു കാര്യം ലഭിക്കാനല്ല അരികെ I വരും. want to encourage the church not to put your eyes on the bundle. നിങ്ങളുടെ കണ്ണ് ആ കെട്ടുകളിൽ വെക്കലെന്ന് ഞാൻ സഭയെ ഓർമ്മിപ്പിക്കട്ടെ. But that will be a natural overflow of gathering. നിങ്ങൾ വാരുമ്പോൾ അത് അധികമായിട്ട് നിങ്ങൾക്ക് വാരിക്കൂരി. So when you
draw closer to the maker of the universe, അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച കർത്താവിന്റെ maker of the heavens and the earth. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ Greater വരുമ്പോൾ gathering will be an actual byproduct. അധികം വാരി എടുക്കുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. So I want all of us to let go of this poverty victim mindset. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വിക്ടിം, നിങ്ങളുടെ ഒരു ദരിദ്രരുടെ ആ മനോഭാവം അങ്ങ് മാറ്റുക. It doesn't matter whether we have money in the account or not, അക്കൗണ്ടിൽ കാശ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. but we think like kings. നമ്മൾ രാജാക്കന്മാരെ പോലെ Because he ചിന്തിക്കുന്നതാണ് is the ഇതൊക്കെ. King of kings. കാരണം നമ്മുടെ ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. I'm just reminded of one story a dear friend of mine said. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുക. So the person was waiting for a travel. അദ്ദേഹം സഞ്ചരിക്കാനായിട്ട് ഇങ്ങനെ കാത്തു So I നിൽക്കുക. was asking the person, why are you not going? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നീ പോവാത്തെ, പുറപ്പെടാത്തെ? So the person said, I'm waiting for God's provision so I can fly business class. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവം എനിക്ക് തരാൻ വേണ്ടി കാത്തിരിക്കുക ബിസിനസ് ക്ലാസ്സിൽ പറക്കാനായിട്ട്. So I was like, because I've not flown in business class that much, I'm thinking, I only think about economy. ഞാനാണെങ്കിൽ അധികം ബിസിനസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, ഞാൻ എക്കോണമി, അതായത് സമ്പത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, കാശിനെ കുറിച്ചാണ് Because ചിന്തിക്കുന്നത്. I have economy mindset. കാരണം എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. But this person is believing for a business class ticket. എങ്കിലും ഇദ്ദേഹം ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റിന് വിശ്വസിച്ച് കാത്തിരിക്കുക. Because he was having a business class mindset. കാരണം അദ്ദേഹത്തിന് ഒരു ബിസിനസ് ക്ലാസ് മൈൻഡ് സെറ്റ്. ഞാനൊരു ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞതാ, ആരും പോയി ബിസിനസ് ക്ലാസ് ക്ലെയിം ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. But it's the way of thinking. നമ്മുടെ ചിന്തയുടെ ഒരു ശൈലിയാണ്. He didn't have anything, ഒന്നുമില്ലായിരുന്നു കയ്യിൽ, but he was waiting for business class. എങ്കിലും ബിസിനസ് ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു. Hallelujah. ഹല്ലേലൂയ. He is the King of kings. കാരണം നമ്മുടെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവ്. And I sense to share that we will enter ridiculous favor in this season. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഒരു വിവരമില്ലാത്ത രീതിയിലുള്ള കൃപ വർദ്ധിക്കുന്ന കാലത്തിലേക്കാണ് കയറി. എൻ്റെ അമ്മോ. Mic drop. ഒരു അതിരില്ലാത്ത Hallelujah. There is joy in the house. You can laugh. Don't restrict yourself. Hallelujah. I believe God is going to help us to step into extravagant favor. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അധികം വർദ്ധിക്കുന്ന കൃപയിലേക്ക് കാലച്ച് കയറാൻ ദൈവം നമ്മളെ അനുവദിക്കും. Extravagant favor. അധികമായിട്ടുള്ള കൃപ As you draw near to Him. നിങ്ങൾ അടുക്കി വരുമ്പോൾ, That is the most important part. അതാണ് ഏറ്റവും വലിയ ചോദ്യം. Today, if I can say the most important part of what I'm sharing today is, it is the person. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാണ്, ഇത്രയും ഞാൻ പങ്കുവച്ചതിൽ ഏറ്റവും മുഖ്യമായ കാര്യം എന്ന് വെച്ചാൽ ആ വ്യക്തി. It's about the person. അത് ആ വ്യക്തിയെക്കുറിച്ച്. If I can spark some kind of interest to desire Him more today, I would have done my job. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ അദ്ദേഹത്തെ കുറച്ചധികം സ്നേഹിക്കാനായിട്ടുള്ള ഒരു ഇച്ഛ ഞാൻ കത്തി ഉണർത്തിയെങ്കിൽ ഞാൻ ഇന്ന് സക്സസ്ഫുൾ. Greater gathering church, അധികമായിട്ട് നമുക്ക് വാരിക്കോരണ സഭ, but draw near to Him. പക്ഷെ അതിന് കൂടെ എടുക്കണം, Draw near to Him. കൂടുതലായിട്ട് എടുക്കണം. Hallelujah. ഹല്ലേലൂയ. Third outcome. മൂന്നാമത്തെ ഫലം, You know, when Ruth said that I will not leave you to Naomi, രൂത്ത് നയോമിയോട് ഞാൻ നിന്നെ വിട്ടുപോലെന്ന് പറഞ്ഞപ്പോൾ Ruth probably thought she was choosing Naomi. റൂത്ത് വിചാരിച്ചത് ഞാൻ നയോമിയെ തിരഞ്ഞെടുക്കുവാന്നാണ്. But heaven knew എന്തെങ്കിലും സ്വർഗത്തിനറിയാമായിരുന്നു, a Boaz was waiting, ഒരു ബോവാസ് കാത്തിരിക്കുവാൻ, a David was coming. ഒരു ദാവീദ് വരാനുണ്ടെന്ന്. You all know that Ruth was the great grandmother of King David. നമുക്കൊക്കെ അറിയാമല്ലോ, റൂത്ത് ആയിരുന്നു രാജാവായ ദാവീദിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. Boaz was waiting, ബോവാസ് കാത്തിരിക്കുകയായിരുന്നു, a David was coming, ദാവീദ് വരാനിരിക്കുകയായിരുന്നു, a Jesus was coming. ഒരു യേശു ക്രിസ്തുവും വരുവായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Matthew chapter 1 verse 1. മത്തായി 1:1. The record of the genealogy of Jesus. നമുക്കതൊന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ വംശപരമ്പരയാണ് നമ്മളത് കാണുന്നത്. And in Matthew 1 verse 5. അതിന്റെ മത്തായിയുടെ 1:5 Salmon was the father of Boaz by Rahab, and Boaz was the father of Obed by Ruth. നമുക്കതിങ്ങനെ വായിക്കാം. ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു. Hallelujah. ഹല്ലേലൂയ. Ruth was mentioned or is mentioned in the genealogy of Jesus. യേശുക്രിസ്തുവിന്റെ വംശപരമ്പരയിൽ രൂത്തിന്റെ പേരുണ്ട്. Her proximity unlocked a greater destiny. റൂത്തിന്റെ അടുപ്പം
വലിയൊരു നിയോഗം തുറന്നു വിട്ടു. which was beyond her lifetime. അത് റൂത്തിന്റെ ആയുസിന്റെ അപ്പുറമായിരുന്നു. Hallelujah. ഹല്ലേലൂയ. She would have just thought, I'm choosing Naomi. റൂത്ത് വിചാരിച്ചിരിക്കും, ഞാൻ നയോമിയെ തിരഞ്ഞെടുക്കും. She thought, she's a righteous woman, I'll go with her. നീതിയുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ അവരുടെ കൂടെ പോവാമെന്ന് Or വിചാരിച്ചതാണ്. probably she felt compassion for her, lost so much, I'll be with her, I'll serve her. അല്ലെങ്കിൽ ഒരു പക്ഷേ കഷ്ടം തോന്നിക്കണം, ഒത്തിരി അധികം നഷ്ടപ്പെട്ടു, ഞാൻ കൂടെ ഉണ്ടായിട്ട് കാത്തുകൊള്ളാം എന്ന് വിചാരിച്ചു. Or probably she might have seen how God operated in her life. അല്ലെങ്കിൽ നയോമിയുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കണ്ടിരിക്കാം. She just chose to cling to Naomi എന്തുകൊണ്ടോ നയോമിയോട് പറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. and make her God her God. Ruth's God. നയോമിയുടെ ദൈവം റൂത്തിന്റെ ദൈവമാക്കാൻ തീരുമാനിച്ചു. But it unlocked a greater calling. എന്നാൽ വലിയൊരു വിളിയാണ് അത് തുറന്നു വിട്ടത്. Church, I want to encourage you to know that when you draw near today, it unlocks a greater calling, not just over you, but over your generations. ഞാൻ സഭയെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ അരികിൽ വരാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾക്ക് വലിയൊരു വിളിയാണ് നിങ്ങൾ തുറന്നു വിടുന്നത്. You listen carefully to the statement. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് Intimacy today decides legacy tomorrow. ഇന്നത്തെ നിങ്ങളുടെ ബന്ധം നാളത്തെ പൈതൃകത്തെ തീരുമാനിക്കും. Some of our legacy today is someone else's intimacy yesterday. ഇന്നത്തെ നമ്മുടെ പലവരുടെയും കുറിച്ചുള്ള പൈതൃകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ആരുടെയോ ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം. Someone pursued Jesus in the yesteryears. ആരൊക്കെയോ എപ്പോഴൊക്കെയോ യേശുക്രിസ്തുവിനെ പിന്തുടർന്നു. Someone pursued godliness. ആരൊക്കെയോ ദൈവഭക്തിയെ പിന്തുടർന്നു. In their own way, in their limited knowledge of who God was. അവരുടെ പരിമിതമായ അറിവുകളിലായിരിക്കും അത് ചെയ്തത്. But that has overflown into our lives. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കവിഞ്ഞൊഴുകി. But I want all of us to carry this forward. എന്നാൽ നിങ്ങൾ ഏവരും ഇത് പിന്തുടരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You may think you're praying quietly, നിങ്ങൾ വിചാരിച്ചിരിക്കുക ഞാൻ ശബ്ദമില്ലാതെ പ്രാർത്ഥിക്കുന്നു, serving, in small things, ചെറിയ ചെറിയ കാര്യങ്ങളാണ് സേവിക്കുന്നത്. showing up consistently. നിങ്ങൾ ചിലപ്പം റെഗുലറായിട്ട് വരുന്നുണ്ടായിരിക്കും. But heaven is weaving generations. എങ്കിലും സ്വർഗം തലമുറകളെ വാർത്തെടുക്കുക. Church, heaven is weaving generations. സ്വർഗം തലമുറകളെ വാർത്തെടുക്കുകയാണ് സഭ. Don't stop. Don't stop. നിങ്ങൾ നിർത്തരുത്. Don't stop. നിർത്തരുത്. Hallelujah. ഹല്ലേലൂയ. What you cling to now will echo into eternity. ഇന്ന് നിങ്ങൾ പറ്റിപ്പിടിക്കുന്നത് നിത്യതയോളം മുഴങ്ങിക്കൊണ്ടിരിക്കും ആ ശബ്ദം. But sadly, in our present day and age, the last thing we want to do is to cling. എങ്കിലും ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആഗ്രഹമില്ലാത്ത കാര്യമാണ് പറ്റിപ്പിടിക്കുക. A lot of distractions. ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അത് We don't want to linger. നിങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. We don't want to stay a little more time in the presence of God. ദൈവസാന്നിധ്യത്തിൽ അല്പം നേരം കൂടി നിന്നിട്ട് ഇറങ്ങുവാൻ പറ്റുന്നില്ല. Sadly, it has become very transactional. കഷ്ടം എന്ന് പറയട്ടെ, നമ്മുടെ ബന്ധം എപ്പോഴും എന്തെങ്കിലും ലഭിക്കാനോ സ്വീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. But I want to encourage every one of us today to cling. എങ്കിലും ഞാൻ നിങ്ങൾ ഏവരും പ്രചോദിപ്പിക്കട്ടെ, പറ്റിപ്പിടിക്കുക. And clinging is not just, reading the Bible every day. പറ്റിപ്പിടിക്കാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാന്ന് മാത്രമല്ല. Clinging is just not worshiping the Lord every day. എല്ലാ ദിവസവും ആരാധിക്കുമെന്ന് മാത്രമല്ല. Because do you know that can also eventually become transactional. കാരണം അതുപോലും എന്തേലും പ്രാപിക്കാനുള്ള ഒരു മാർഗമായി മാറാം. That can be a tick on the checklist. നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ ഒരു കാര്യം കൂടെ ചെയ്തു ഒരു ടിക്ക് മാത്രമായി മാറാം. Is discipline important? ഡിസിപ്ലിൻ മുഖ്യമാണോ? Yes. ആണോ? It is very important. അത് വളരെയധികം മുഖ്യമാണ്. It organizes you to pursue. അത് നിങ്ങളെ പിന്തുടരാനായിട്ട് ക്രമീകരിക്കുന്നു. But if that becomes the goal, എങ്കിലും ലക്ഷ്യം അതായി മാറുകയാണെങ്കിൽ, like me, you will go to the shop waiting for the printout, എന്നെ പോലെ നിങ്ങൾ കടയിൽ പോയിട്ട് പ്രിന്റ് ഔട്ടിന് വേണ്ടി മാത്രമായിരിക്കും കാത്തിരിക്കുന്നത്. where the owner is waiting to have tea. ഓണറോ ചായ കുടിക്കാനായിട്ട് ആഗ്രഹിക്കും. Hallelujah. ഹല്ലേലൂയ. So that's why I want to end with this. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അവസാനിപ്പിക്കുന്നത്. It becomes vital for us to examine വളരെ മുഖ്യമാണ് നമ്മൾ ശോധന ചെയ്യുന്നത്. whether we are truly drawing near. നമ്മൾ സത്യത്തിൽ അരികിലേക്ക് വരുന്നുണ്ടോ? Because as we establish, proximity unlocks all of these things. നമ്മൾ പറഞ്ഞതുപോലെ അടുപ്പമാണ് പല കാര്യങ്ങൾ തുറന്നു വിടുന്നത്. So it is important to know whether we are truly drawing near. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ അരികെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ശോധന ചെയ്യുന്നത് വളരെ മുഖ്യം. So I want to help you by giving you a checklist. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങളെ സഹായിക്കട്ടെ. A very simple checklist. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ്. 3 questions to ask. 3 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. Under each one I will have a little more explanation. ആ ഓരോ ചോദ്യങ്ങളും ഞാൻ കുറച്ച് എക്സ്പ്ലനേഷൻ തരാം. But 3 questions. എങ്കിലും 3 ചോദ്യങ്ങളാണ്. The first question is, ആദ്യത്തെ ചോദ്യം, am I drawing near to God primarily for what He can give or because I want Him?
ഞാൻ ദൈവത്തിൻ്റെ അരികിലേക്ക് വരുന്നത് മുഖ്യമായിട്ട് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് എനിക്ക് തരാൻ പറ്റുമെന്ന് വിചാരിച്ചാണോ അതോ ദൈവത്തിന് Let വേണ്ടി? me say that again. ഞാൻ ഒന്നുകൂടി പറയട്ടെ. Am I drawing near to God ഞാൻ ദൈവത്തിലേക്ക് അരികെ വരുന്നത് primarily for what He can give ദൈവം എനിക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണോ or because I want Him? അതോ എനിക്ക് ദൈവത്തെ വേണ്ടിയിട്ടാണ്? This is that product versus person question. ഇതാണ് ഒരു വ്യക്തിയും കാര്യങ്ങളും തമ്മിലുള്ള ആ ഒരു ചോദ്യം. Do I approach God mainly in crisis? ഞാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് ദൈവത്തിന്റെ അരികിലേക്ക് വരുന്നത്. Do I approach God when, it's the exam season? എക്സാം ഉള്ള കാലത്താണ് ഞാൻ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത്. Do I approach God when challenges come? ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും വരുമ്പോഴാണ് ഞാൻ ദൈവത്തിലേക്ക് അടുക്കുന്നത്. Do I spend time with Him only when I need answers? എനിക്ക് ഉത്തരങ്ങൾ വേണ്ടിയപ്പോൾ മാത്രമാണോ ദൈവത്തിന്റെ കൂടെ ഞാൻ സമയം ചെലവഴിക്കുന്നത്? Only when I need comfort or solutions? എനിക്കൊരു കംഫർട്ടോ അല്ലെങ്കിൽ എനിക്ക് ഉത്തരങ്ങൾ ആവശ്യമുള്ളപ്പോഴാണോ? Only when I need content for sermons? എനിക്ക് പ്രസംഗിക്കാനായിട്ട് sermon ആവശ്യമുള്ളപ്പോൾ മാത്രമാണോ? Or do I linger even when there's nothing urgent? അതോ അർജന്റായിട്ട് ഒരു കാര്യമില്ലപ്പോഴും ഞാൻ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുകയാണ്? Hallelujah. ഹല്ലേലൂയ. I'm reminded of this cultural practice in our part of the world. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള ഒരു കൾച്ചറൽ ഒരു കാര്യം എനിക്ക് ഓർമ്മ When വരുവാണ്. we try to drop off something to a home or a family we know very closely, നമുക്ക് അറിയാവുന്ന പരിചയമുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരാൾക്ക് നമ്മൾ കാര്യം കൊടുക്കാൻ പോകുമ്പോൾ they'll say, "ഒരു ചായ കുടിച്ചിട്ട് പോവാ." അവർ പറയും ഒരു ചായ നമുക്ക് കുടിച്ചിട്ട് പോവാന്ന് പറയാം വീട്ടിൽ നിന്ന്. And we're like, "പിന്നെ വരാം." നമ്മൾ തിരക്കിലാകുമ്പോൾ പറയുന്നതാ പിന്നെ വരാമെന്ന്. Because we want to go to the next thing. കാരണം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ ധൃതിയായി. I'm again trying to give you a principle. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പൽ മാത്രം Nobody പങ്കിടാൻ feel the ആഗ്രഹിക്കുന്നു. burden of preparing tea for everyone who drops off things. ആരും കാര്യങ്ങൾ തരാൻ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി ഒരു ഭാരം വഹിക്കരുത് എന്ന് ഞാൻ പറയുന്നു. That's the mindset of lingering. Do I want to stay a little more longer with someone just because? No agenda. ഒരു അജണ്ടയും ഇല്ലാതെ ഒരാളുടെ കൂടെ കുറച്ചു നേരം കൂടി ചെലവഴിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? Draw near to God and He will draw near to you. ദൈവത്തിലേക്ക് അരികെ വരിക, ദൈവം നിങ്ങളിലേക്ക് അടുക്കും. Proximity driven by love produces grace. സ്നേഹത്തോട് വരുന്ന അടുപ്പമാണ് കൃപ വർദ്ധിപ്പിക്കുന്നത്. Proximity driven only by need produces frustration. പക്ഷേ അടുപ്പം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അടുപ്പം നമുക്കുള്ള ഒരു ഫ്രസ്ട്രേഷൻ, നിരസ്തത അത് കൊണ്ടുവരുന്നു. Why? Because as we read in the portion above in James 4, നമ്മൾ യാക്കോബിന്റെ 4 മേളി വായിച്ച പോലെ in verse 3, മൂന്നാമത്തെ വാക്യം, you ask and do not receive നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല because you ask with wrong motives, കാരണം നിങ്ങൾ തെറ്റായ ഉദ്ദേശങ്ങളോടാണ് so ചോദിക്കുന്നത്. that you may spend it on your pleasures. നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തിന് ആനന്ദത്തിന് വേണ്ടി ചെലവഴിക്കാനാണ് നിങ്ങൾ ചോദിക്കുന്നത്. Hallelujah. Because sometimes we will ask for the wrong motives, കാരണം നമ്മൾ തെറ്റായ കാരണത്തിൽ ചിലപ്പോൾ ചോദിക്കുന്നു. and because He's a loving Father, He won't give, നല്ലൊരു പിതാവായതുകൊണ്ട് ദൈവം ചിലപ്പോൾ തരാറില്ല. and then we are like, we get frustrated. അപ്പം നമുക്ക് ഫ്രസ്ട്രേഷൻ ആവും. Proximity driven by love produces grace, എന്നാൽ സ്നേഹമായിട്ടുള്ള അടുപ്പം കൃപ റിലീസ് ചെയ്യും. whereas proximity driven only by need produces frustration. എന്നാൽ ആവശ്യത്തിന് മാത്രമുള്ള അടുപ്പമോ So that was നമുക്കുള്ളിൽ ഫ്രസ്ട്രേഷൻ കൊണ്ടുവരും. That was the first question. അതാണ് ആദ്യത്തെ ചോദ്യം. Am I drawing near to God primarily for what He can give or because I want Him? നിങ്ങൾ ദൈവത്തിലേക്ക് അടുക്കുന്നത് ദൈവം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണോ അതോ ദൈവത്തിന് വേണ്ടിയാണോ? The second question is this: രണ്ടാമത്തെ ചോദ്യം ഇതാണ്, am I clinging ഞാൻ പറ്റിപ്പിടിക്കുന്നുണ്ടോ or am I remaining a respectful observer? അതോ വളരെയധികം മാന്യതയുള്ള ഒരു കാഴ്ചക്കാരൻ മാത്രമായിട്ട് ഞാൻ നിൽക്കുകയാണ്? Am I clingy അല്ല, am I clinging? ഞാൻ ദൈവത്തോട് പറ്റിപ്പിടിക്കുകയാണോ Or am I remaining a respectful observer? അതോ ബഹുമാനമുള്ള ഒരു കാഴ്ചക്കാരനായിട്ട് ഞാൻ നിൽക്കുകയാണ്? This is the Ruth versus Orpah question. ഇതാണ് ഓർഫായും റൂത്തും തമ്മിലുള്ള വ്യത്യാസം. Do I stay close even when the path is unclear? വഴി വലിയ നിശ്ചയമില്ലാത്തപ്പോഴും ഞാൻ പറ്റിപ്പിടിച്ച് നിൽക്കൂ. Do I withdraw when obedience becomes costly? എൻ്റെ അനുസരണത്തിന് കൊടുക്കേണ്ട വില ഘനമുള്ളതാവുമ്പോൾ ഞാൻ പിന്മാറും. Am I following God from a safe distance? ഒരു സുരക്ഷിതമായിട്ടുള്ള അകലത്തിൽ നിന്നാണോ ഞാൻ ദൈവത്തെ സേവിക്കുന്നത്? Orpah loved Naomi, ഓഫറാണോ? ഓഫറാക്കി നവമിയും സ്നേഹമായിരുന്നു, but Ruth clung. എങ്കിലും റൂത്ത് പറ്റിപ്പിടിച്ചു. When probably the path became very unclear for Orpah, ഓർപ്പായ്ക്ക് ആ വഴി അധികം വ്യക്തത ഇല്ലാതായിട്ട് തീർന്നപ്പോൾ,
And when there was such a cost to pay to go into that uncharted territory, എന്നിട്ട് ആരും പോവാത്ത ആ വഴിയെ പോകാൻ കൊടുക്കേണ്ട വില അധികമായി തോന്നിയപ്പോൾ she decided to be a respectful observer. ഓർഫ വളരെയധികം ബഹുമാനമുള്ള ഒരു കാഴ്ചക്കാരിയാകാൻ തീരുമാനിച്ചു. I want to tell you that that posture does not unlock greater grace. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മനോഭാവം അധികം കൃപയെ തുറന്നു വിടത്തില്ല. It is only when you cling. നിങ്ങൾ പറ്റിപ്പിടിക്കുമ്പോൾ It is മാത്രമാണ്. only when you cling. നിങ്ങൾ പറ്റിപ്പിടിക്കുമ്പോൾ It's only when മാത്രമാണ്. you cling. നിങ്ങൾ പറ്റിപ്പിടിക്കുമ്പോൾ മാത്രമാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So that's the second one. Am I clinging or am I remaining a respectful observer? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഞാൻ പറ്റിപ്പിടിക്കുകയാണോ അതോ ബഹുമാനമുള്ള ഒരു കാഴ്ചക്കാരനെ മാറുകയാണ്? Final question in the examination checklist. ഈ ചെക്ക് ലിസ്റ്റിലെ അവസാനത്തെ ചോദ്യം, Is Jesus shaping my daily decisions or just included in my weekly routine? യേശു ക്രിസ്തുവാണ് എൻ്റെ ദിനംദിനമായ തീരുമാനങ്ങളെ വാർത്തെടുക്കുന്നത് അതോ എൻ്റെ ഉള്ള തീരുമാനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്? Basically, the question is he playing an active role in my life? എൻ്റെ ജീവിതത്തിൽ വളരെ മുഖ്യമുള്ള ഒരു പങ്ക് ക്രിസ്തു വഹിക്കുന്നുണ്ട്, Or is he just part of my Bible reading plan? അതോ എൻ്റെ ബൈബിൾ റീഡിംഗ് പദ്ധതിയുടെ ഭാഗം മാത്രമാണ്? Castle attendance, എൻ്റെ കെയർസലിലെ അറ്റൻഡൻസിന്റെ ഭാഗം മാത്രമാണ്? church attendance, എൻ്റെ പള്ളിയിലെ അറ്റൻഡൻസിന്റെ ഭാഗം മാത്രമാണ്? church serving. എൻ്റെ സഭയിൽ ശുശ്രൂഷിക്കുന്നതിന്റെ ഭാഗം മാത്രമാണ്? Do my choices reflect closeness എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ അടുപ്പത്തെ കാണിക്കുന്നുണ്ട് or does it reflect convenience? അതോ എൻ്റെ സൗകര്യത്തെയാണ് അത് പ്രതിഫലിക്കുന്നത്? Hallelujah. Does Jesus have an active role in my life? യേശു ക്രിസ്തുവിന് വളരെ മുഖ്യമായ ഒരു പങ്ക് എൻ്റെ ജീവിതത്തിൽ വഹിക്കാനുണ്ടോ? I want to remind the church we can have, time with the Lord every day for the rest of our lives. ഞാൻ സഭയെ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്ക് ജീവിതത്തിന്റെ എല്ലാ കാലവും യേശു ക്രിസ്തു ദൈവമായിട്ട് സമയം ചെലവഴിക്കാൻ സാധിക്കും, And still miss out on Jesus shaping our daily lives. എങ്കിലും യേശു ക്രിസ്തു ദിനംദിനം നമ്മുടെ ജീവിതങ്ങളെ വാർത്തെടുക്കുന്നത് നമുക്ക് മിസ് ചെയ്യാനും സാധിക്കും. Won't that be a big miss? അതൊരു വലിയ നഷ്ടമാവില്ല. Because only when you allow Jesus to be Lord of all, കാരണം യേശു ക്രിസ്തു നമ്മുടെ സർവ്വത്തിന്റെയും ആധിപത്യം Can he സ്ഥാപിക്കുന്ന transform കർത്താവാകാതെ us? എങ്കിലേ ക്രിസ്തുവിന് നമ്മളെ മാറ്റി എടുക്കാൻ so that we can humble ourselves അതിന് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തും, to receive greater grace. അധികം കൃപ ലഭിക്കും. Hallelujah. ഹല്ലേലൂയ. Let us draw near with confidence to the throne of grace. നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസന്നിധിയിലേക്ക് അടുക്കാം. Grace flows where relationship is cultivated വ്യക്തിബന്ധം വാർത്തെടുക്കുന്നിടത്താണ് കൃപ ഒഴുകിയെത്തുന്നത്. and not when it is scheduled. അത് ആ ബന്ധം നമ്മൾ സ്കെഡ്യൂൾ ചെയ്തെടുക്കുമ്പോൾ, I'm not against schedules. ഞാൻ സ്കെഡ്യൂൾ ചെയ്യുന്നതിനെതിരെയല്ല, I'm not against planning. ഞാൻ പ്ലാനിങ്ങിന്റെയും എതിരെയല്ല, I'm not against discipline. ഞാൻ ഡിസിപ്ലിന്റെയും എതിരെയല്ല. But ചായ കുടിക്കാൻ വിളിക്കുന്നത് ഈ സ്കെഡ്യൂളിന്റെ ഒക്കെ വെളിയില്ല. And നമ്മുടെ കലണ്ടറിനെയൊക്കെ അതൊന്ന് കുലുക്കും. കലണ്ടർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി അത് പറഞ്ഞു, കലണ്ടർ ഉപയോഗിക്കാത്തവർക്ക് ഒരു കുഴപ്പമില്ല. നോ പ്രോബ്ലം. ഇറ്റ് ഈസ് ബിയോണ്ട് എ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടൈം ചർച്ച്. ഒരു തുടങ്ങുന്ന സമയവും അവസാനിക്കുന്ന സമയത്തിന്റെ അപ്പുറമാണ്. Hallelujah. ഹല്ലേലൂയ. So hear me clearly this morning. അതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. Greater grace is not released by trying harder. അധികം ശ്രമിക്കുന്നതിനല്ല അധികം കൃപ വരുന്നത്, Greater grace is released by drawing nearer. അരികിൽ വരുമ്പോഴാണ് അധികം കൃപ വരുന്നത്. God is not asking us for more effort. നമ്മളിൽ നിന്ന് അധികം ശ്രമത്തെ അല്ല ദൈവം ആവശ്യപ്പെടുന്നത്, He's asking for more nearness. അധികം അടുപ്പത്തെയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. He is truly not impressed by how busy we are for Him. ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര ബിസിയാന്നുള്ള കാര്യം ദൈവത്തിന് യാതൊരു സന്തോഷവും തരുന്നില്ല. But He is deeply moved by how available we are to Him. എന്തുമാത്രം ദൈവത്തിന് വേണ്ടി നമ്മൾ അവൈലബിൾ ആണോ അതാണ് ദൈവത്തിന്റെ ഹൃദയത്തെ ചലിക്കുന്നത്. So in this season of greater grace, അതുകൊണ്ട് ഈ അധികം കൃപയുടെ കാലത്ത് heaven is not calling us to do more things, അധികം കാര്യങ്ങൾ ചെയ്തെടുക്കാനല്ല സ്വർഗം നമ്മളെ but വിളിക്കുന്നത്. He's calling us to do things closer to God. ദൈവമായിട്ട് അടുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് സ്വർഗം നമ്മളെ വിളിക്കുന്നത്. Proximity is not about perfection. അടുപ്പം പെർഫെക്ഷൻ അല്ല, It's about posture. അത് നമ്മുടെ ഹൃദയത്തിന്റെ മനോഭാവമാണ്. It's not about how long we pray, നമ്മൾ എത്ര അധികം പ്രാർത്ഥിക്കുന്നു എന്നല്ല, but it's about how close we stay. പക്ഷെ നമ്മൾ എത്ര അരികിൽ പറ്റി നിൽക്കുന്നു എന്നാണ്. Ruth did not know what Boaz would do. റൂത്തിന് അറിയില്ലായിരുന്നു ബോസ് എന്ത് ചെയ്യുമായിരിക്കും. She did not know David was coming.
റൂത്തൻ അറിയില്ലായിരുന്നു ഒരു ദാവീദ് വരുന്നുണ്ട്, She did not know Jesus was coming. ഒരു യേശു ക്രിസ്തു വരുന്നെന്ന് ആൾക്കറിയില്ലായിരുന്നു. She only knew this. ഇത്രയും മാത്രമേ ആൾക്കറിയൂ. I will cling. ഞാൻ പറ്റിപ്പിടിക്കും, I will cling. ഞാൻ പറ്റിപ്പിടിക്കും. And heaven honored that posture. സ്വർഗം ആ മനോഭാവത്തെ മാനിച്ചു. So church, even as we rise up to our feet this morning, നമ്മുടെ സഭയെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ let us decide to draw near. നമുക്ക് തീരുമാനിക്കാം അരികെ വരാൻ. Just take this time to surrender your hearts, നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാനായിട്ട് ഈ സമയം നമുക്ക് ചിലവഴിക്കാം. surrender your lives നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ, for a greater desire, അധികം ആഗ്രഹത്തിനായി, greater desire to be close to Him, ദൈവത്തിനോട് അടുക്കാനായിട്ട് അധികമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. beyond all the traditions of church, ഈ സഭയുടെ എല്ലാ ട്രഡിഷൻ പരിമിതിയുടെ അപ്പുറം, beyond all the faculties of religion, നമ്മുടെ മതപരമായ സകല പരിമിതികളുടെ അപ്പുറം let us decide to draw near, നമുക്ക് അരികെ വരാൻ തീരുമാനിക്കാം. because He is our Father, കാരണം ദൈവം നമ്മുടെ പിതാവാണ്, He is our Maker. നമ്മുടെ സൃഷ്ടാവാണ്. I want each one of you to take this moment as a personal time with the Lord. നിങ്ങൾ ഏവരും ഈ സമയം ദൈവമായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു നിമിഷമായിട്ട് എടുത്താൽ, Don't look anywhere else, just focus on the Lord. നിങ്ങൾ അങ്ങ് എങ്ങും ശ്രദ്ധിക്കില്ല, ദൈവത്തിലേക്ക് ശ്രദ്ധിക്കുക. Take a decision. ഒരു തീരുമാനം എടുക്കുക. Increase our desire, Lord. ഞങ്ങളുടെ ആഗ്രഹത്തെ വർദ്ധിപ്പിക്കണം. Increase our desire, Lord. ഞങ്ങളുടെ ആഗ്രഹം വർദ്ധിക്കുകയാണ്. Because Lord, we want to go after that boldness. കാരണം ഞങ്ങൾക്ക് ആ ധൈര്യത്തെ പിന്തുടരണം. Eraga sakar oduru shigiri ragara badara sakaradiya. Just like Ruth showed strength to cling to Naomi, today Lord we ask for strength to cling on to you, Lord. റൂത്ത് നയോമിയോട് പറ്റിപ്പിടിക്കാൻ ധൈര്യം കാണിച്ച പോലെ കർത്താവേ അങ്ങിൽ നിന്ന് ഞങ്ങൾ ധൈര്യം പ്രാപിക്കുന്നു. Shigara baragala sakaradiya. Oh, hallelujah. Hallelujah, 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 hallelujah. Padiyate, hallelujah, 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 ഒരിക്കൽ കൂടെ പാടാം. Hallelujah, 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 hallelujah. Yes, Lord. Hallelujah, ആദ്യനും അന്ത്യനുമായോനേ, ആദ്യനുമന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ, ആദ്യനുമന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും Come on. സ്നേഹിക്കില്ല ഞാൻ Yes, Lord. യേശുവേ, We desire Jesus. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. The Lord is increasing our desire. ദൈവം നമ്മുടെ ആഗ്രഹത്തെ വർദ്ധിപ്പിക്കുകയാണ്. The Lord is increasing our desire. നമ്മുടെ ആഗ്രഹത്തെ ദൈവം വർദ്ധിപ്പിക്കുകയാണ്. Even as God will release greater boldness, അധികം ധൈര്യം ദൈവം നമ്മളിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ തന്നെയും I sense for someone here that the Lord is releasing boldness ഞാൻ സെൻസ് ചെയ്യുന്നു ഇവിടെയുള്ള ഒരു വ്യക്തിയുടെ മേൽ ദൈവം ധൈര്യം റിലീസ് ചെയ്യുന്നു. to take an important decision regarding transition. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ഒരു വളരെ മുഖ്യമായ തീരുമാനമെടുക്കുക. A transition into uncharted territory. പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള ഒരു മാറ്റം. He's releasing that boldness.
അതിനുവേണ്ടി ധൈര്യം ദൈവം ഇപ്പോൾ റിലീസ് ചെയ്യും. Draw near to Him. Get the courage from Him to take that decision. ദൈവത്തിലേക്ക് അരികെ വരിക, ധൈര്യം എടുക്കുക ആ തീരുമാനത്തിന്. I sense even in this season there are going to be some new job openings for people who are looking for jobs. ഞാൻ സെൻസ് ചെയ്യുന്നു ഈ സീസണിൽ അധികം ജോലിയുടെ സാഹചര്യവും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കായിട്ട് ദൈവം ഓപ്പൺ ചെയ്യാൻ പോവാണ്. Do it, Lord. Do it, Lord. നന്ദി. Church, I want to remind you once again, when we draw near, സഭയെ ഞാൻ നിങ്ങളെ ഓർമ്മിക്കട്ടെ, നമ്മൾ അരികെ വരുമ്പോൾ God will release grace for what lies ahead. മുൻപിലുള്ള സാധനത്തിനായിട്ടുള്ള കൃപ ദൈവം നമ്മൾ He will release greater boldness. അധികം ധൈര്യം ദൈവം റിലീസ് ചെയ്യും. There will be a greater gathering. അധികമായുള്ള ഒരു പ്രാപിക്കൽ വാരിയെടുക്കൽ And ഉണ്ടാവും. we will step into greater destiny. നമ്മൾ വലിയൊരു നിയോഗത്തിലേക്ക് കാലുവെച്ച് കയറും. Greater grace is not unlocked by striving harder, അധികം ശ്രമിക്കുന്നതിലല്ല അധികം കൃപ തുറന്നു വിടുന്നത്, but it is by staying closer. എങ്കിലും അരികെ വരുന്നവരോട്. And what we cling into in this season ഈ കാലത്തിൽ നമ്മൾ എന്തിനോട് പറ്റിപ്പിടിക്കുന്നുവോ will shape what we carry into the next. നമ്മൾ അടുത്ത കാലഘട്ടത്തിലേക്ക് എന്ത് എടുത്തുകൊണ്ട് പോകുന്നു അത് തീരുമാനിക്കും. Today I want to encourage the church. അതുകൊണ്ട് ഞാൻ സഭയെ ഒന്ന് പ്രചോദനപ്പെടുത്തട്ടെ. Let us draw near. നമ്മൾ ദൈവത്തിലേക്ക് അരികെ വരും. And He will draw near to us. ദൈവം നമ്മളിലേക്ക് എടുക്കും. In Jesus' name. യേശു ക്രിസ്തുവിന്റെ നാമം. Amen. ആമേൻ.